ഓഗസ്റ്റ് 24 മുതൽ തലസ്ഥാന നഗരിയിലും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും ആരംഭിക്കുന്ന ഓണം വാരാഘോഷങ്ങളുടെ ഏകോപനത്തിനായി ടൂറിസം ഡയറക്ടറേറ്റിൽ ഒരുക്കിയ ഓണം ഫെസ്റ്റിവൽ ഓഫീസ് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ടൂറിസം ഓണം വാരാഘോഷം 24 മുതൽ 30 വരെ തിരുവനന്തപുരം ജില്ലയിൽ 35 വേദികളിൽ 340ലേറെ കലാവിരുന്നുകളുമായി സംഘടിപ്പിക്കുമെന്നും കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളുമെല്ലാം ഒരുമിച്ച് അവതരിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനതല ഓണാഘോഷത്തിൻ്റെ ഇവിടുത്തെ വിവിധ വേദികളിലായി മാത്രം 3000-ഓളം കലാകാരന്മാർ ഈ ഓണം ടൂറിസം വാരാഘോഷത്തിൻ്റെ ഭാഗമായി അവരുടെ കലാവിരുന്നുകൾ അവതരിപ്പിക്കും. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ 24-ാം തീയതി വൈകിട്ട് 6:30 മണിക്ക് ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. അതിനു മുൻപ് നമ്മുടെ ട്രേഡ് ഫെയർ 21-ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കും. 21-ന് തന്നെ കോവളത്ത് നിന്ന് ഇതിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കുന്ന പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി 23-ന് കനകക്കുന്നിൽ അത് സമാപിക്കുകയും തുടർന്ന് ഓണപതാക അവിടെ ഉയർത്തുകയും ചെയ്യും. 23-ന് തിരുവാതിര മത്സരം ഭാരത് ഭവനിൽ തുടങ്ങും. 23-ന് വൈകിട്ട് കനകക്കുന്നിൽ ഫുഡ് ഫെസ്റ്റിവൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. അന്ന് വൈകിട്ട് 6 മണിക്ക് നമ്മുടെ ഈ ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യ ദേവസ്വം മന്ത്രി ശ്രീ K മുരളീധരൻ അദ്ദേഹം നിർവഹിക്കും. 24-ന് മാധ്യമ വിഭാഗത്തിനും പൊതുവിഭാഗത്തിനുമായി ജവഹർ ബാലഭവനിൽ പ്രത്യേകം അത്തപ്പൂക്കള മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായി ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. അന്നേ ദിവസം 5:30 മണി മുതൽ 6:30 മണി വരെ പത്മഭൂഷൺ ചലച്ചിത്ര താരം ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടിയും ഉദ്ഘാടന ചടങ്ങിന് തൊട്ട് മുൻപായി നിശാഗന്ധിയിൽ അരങ്ങേറും. വിനോദസഞ്ചാരികൾക്കും ഇന്ത്യയിൽ വിവിധ സംസ്ഥാനത്ത് നിന്നെത്തുന്നവർക്കും നിശാഗന്ധിയിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഓണമാഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിക്കുന്നതെന്നും ഓഗസ്റ്റ് 30-ന് നടക്കുന്ന വർണ്ണാഭമായ സമാപന ഘോഷയാത്രയിലും എല്ലാ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. 18 വയസ്സ് ജീവിതം സെറ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ഒരു സർക്കാർ ജോലി മാത്രമല്ല, അഭിമാനവും അച്ചടക്കവും രാജ്യസേവനവും നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാം. 100% വിജയത്തിന്റെ വിശ്വാസത്തോടെ കേണൽസ് അക്കാഡമി കോഴിക്കോടും സുൽത്താൻ ബത്തേരിയിലും.